DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു. ഇനി പുതിയ UDF സർക്കാരിൻ്റെ കീഴിലാണ് മെയ് മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കുക. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ പോലുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തിരുന്നു. എന്നാൽ നിർമ്മാണ തൊഴിലാളി പെൻഷൻ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് 5 മാസത്തെ മാത്രമേ കൊടുത്തുള്ളൂ. മാത്രമല്ല 2026 പുതുതായി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസത്തെ ഗഡുക്കൾ വിതരണം ചെയ്തുവെങ്കിലും ഏപ്രിൽ മാസത്തെ 1000 രൂപ നൽകാതെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ആയിരിക്കുകയാണ്. 20 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കൈമാറുവാൻ സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നതാണ് കാരണം. മാസം 2000 രൂപ വീതമുള്ള മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും മുടങ്ങുവാനുള്ള സാധ്യതയാണിപ്പോൾ വരുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ വരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം മറ്റന്നാളത്തോടെ അവസാനിക്കും. അതോടെ 1 മാസം നീണ്ട സർക്കാർ ഭരണ നിശ്ചലാവസ്ഥയ്ക്ക് ശേഷം സർക്കാർ സംവിധാനങ്ങൾ വീണ്ടും സജീവമാകും. എന്നാൽ പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വകുപ്പ് തലവന്മാരുമൊക്കെ ഇനി വരേണ്ടതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനത്തിന് ആഴ്ചകൾ വേണ്ടിവരും. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി ഈ മാസം 23 വരെയുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം എതിരായതിനാൽ മുഖ്യമന്ത്രി ഉടനെ രാജിവെക്കും. തുടർന്ന് UDF മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചു കഴിഞ്ഞ് ഗവർണറെ കണ്ട് പിന്തുണക്കത്ത് നൽകി കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞയ്ക്കായി ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അധികാരമേറ്റി കഴിഞ്ഞാൽ ആദ്യം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലാകും പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ. തുടർന്ന് പുതിയ സഭാ സമ്മേളനത്തിൽ വീണ്ടും ഗവർണറുടെ പുതിയ നയപ്രഖ്യാപനവും പുതിയ ധനമന്ത്രിയുടെ ഈ വർഷത്തെ പുതുക്കിയ ബജറ്റ് അവതരണവും ഉണ്ടാകും. പുതിയ ബജറ്റ് മെയ്യിലോ ജൂണിലോ എന്നത് കുറച്ചു ദിവസം കൂടി കഴിഞ്ഞേ അറിയുവാൻ കഴിയുകയുള്ളൂ. UDF-ന്റെ 5 ഗ്യാരണ്ടികൾ ആദ്യ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ 2000-ന് പകരം 3000 ആകുവാനുള്ള സാധ്യതയുമുണ്ട്. ചിലപ്പോൾ വരും വർഷങ്ങളിലെ ബജറ്റിലാകാം വർധന പ്രഖ്യാപിക്കുക. നിലവിൽ സംസ്ഥാനം കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഏപ്രിൽ മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിനാൽ ഈ വർഷത്തെ കടമെടുപ്പ് തുകയിൽ നിന്നും ആദ്യ മാസങ്ങളിൽ കടമെടുക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകാത്തതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം സുഗമമായി നടക്കുവാനാണ് സാധ്യത. ജനുവരി, ഫെബ്രുവരി, മാർച്ച് പോലുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ സർക്കാരിന്റെ കടമെടുപ്പ് പരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം പ്രതിസന്ധി നേരിടുവാൻ എല്ലായ്പ്പോഴും സാധ്യതയുണ്ടാകാറുള്ളത്. അതിനാൽ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ ഒന്നും ക്ഷേമ പെൻഷൻ വിതരണം തടസ്സം നേരിടാൻ സാധ്യതയില്ലെങ്കിലും പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. മെയ് മാസത്തെ പെൻഷൻ ഈ മാസം അവസാന ദിനങ്ങളിലോ അല്ലെങ്കിൽ ജൂൺ ആദ്യമോ ആയിരിക്കും വിതരണം ഉണ്ടാവുക. പിണറായി സർക്കാർ അവസാനകാലത്ത് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതിയ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ അതിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുമോ എന്നുള്ള കാര്യങ്ങളും പുതിയ ധനമന്ത്രിയുടെ പ്രഖ്യാപനം വഴിയോ പുതിയ ബജറ്റ് പ്രഖ്യാപനം വഴിയോ വ്യക്തമാക്കേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ പോലുള്ള സർക്കാർ ജനകീയ പദ്ധതികളിലെ പുതിയ സർക്കാരിന്റെ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.